കൊറേ നേരമായി ചേരാൻ തുടങ്ങിയിട്ട് പഞ്ചാരക്കൂട്ടൊക്കെ എന്തിനാണാവോ കാലത്ത് കെട്ടിയെന്നുള്ളത്. എന്തോന്നാ റോഡിൽ ഹലോ യെസ് കുറെ നേരമായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതെ പോയിട്ട് വേറെ പണിയുണ്ട് ആക്ച്വലി ആരെ കാണാനാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവിടെ വന്നാൽ മതി വരേണ്ട ആൾ ഇപ്പൊ എത്തും അരുണ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി പറഞ്ഞോളൂ എന്താണെങ്കിലും പറഞ്ഞോളൂ അത് അച്ഛനോട് ചോദിക്കണം അത് ഞാൻ ചോദിച്ചോളാം അഡ്രസ് പറഞ്ഞുതരൂ ശിവദാസ് മേനോൻ TC 8/131 പേരൂർക്കട എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാ പഠിക്കുന്നേ കോളേജിലാ ഹായ് ഒരു പ്രാവശ്യം നോക്കിയാ പിന്നെ കുട്ടിയുടെ മുഖത്ത് നോക്കാനേ തോന്നില്ല ഹലോ അപ്പട്ടാ ഏതാ ഈ പെമ്പിളര് ഇപ്പൊ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കുട്ടികളാ കുട്ടി കോളേജ് പഠിക്കുന്ന പെമ്പിളരൊന്നും അത്ര ശരിയല്ല അതെ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു അത് കൊള്ളാം അതെ നിങ്ങൾ എന്താ രാവിലെ ഇവിടെ അത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കും ഓ അത് കൊള്ളാം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാമല്ലോ എന്തിനാ വന്നെന്താ അയ്യോ ഹൗസ് ഓണർ ഭയങ്കര സ്ട്രിക്റ്റാ ഞങ്ങളിപ്പോ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിരിക്കുക എന്താ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ഈ വസ്തു വാങ്ങി ലാഭത്തിന് തിരിച്ചു കൊടുക്കുന്ന ബിസിനസ് അത് കൊള്ളാം ഭാഗ്യം ഉണ്ടെങ്കിൽ എളുപ്പം രക്ഷപ്പെടാം കാര്യം വലിയ കാശുകാരൊക്കെ ആവുമ്പോ സുന്ദരി മറക്കല്ലോ സുന്ദരീനെ അങ്ങനെ മറക്കാൻ പറ്റോ അയ്യോ എനിക്ക് പോകുന്ന ബസ് വന്നേ എന്നാ പിന്നെ നമ്മള് പോവല്ലേ പോകാനാ എവിടെ പോകാൻ ഇങ്ങനെ ആക്ച്വലി ആരെ കാണാൻ എത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചത് ഇനി ഇവിടെ നിൽക്കണ്ട ഇനി കുറച്ചേരം നമുക്ക് അപ്പുറത്ത് വെയിറ്റ് ചെയ്യാം എപ്പുറത്ത് അടുത്ത ബസ് സ്റ്റാൻഡില് എന്നാ ഞാൻ അപ്പുറത്ത് എന്തോന്ന് അർദ്ധരാത്രി പ്രേതോ എന്തോന്ന് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി എന്നെ കഴുത്തി പിടിച്ചേക്കിടാ കഴുത്തി പിടിച്ച് ഞെക്കി ഉറങ്ങാൻ നോക്കണം മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ നന്നായിട്ടൊന്ന് ഉറങ്ങി വന്നായിരുന്നു അത് പറഞ്ഞു மன்மதலீலையே என்றால் முருக மன்மதலீலையே என்றால் முருக மன்மதலீ ദോശ അറിയും ദോശ എവിടെയുണ്ടവിടെയുണ്ടറിയും വേണോ നിനക്കെന്താടാ കോച്ചുവാദം പിടിച്ച അത് ദോശ എക്സസൈസാ അതും തുട്ടടാ ദോശ എക്സസൈസ് അതൊന്നും അറിയാൻ പറ്റിയ അറിയില്ല ഓ ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ് ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു പത്രം വായിച്ചില്ലേ ഏത് പത്രത്തെ എനിക്കൊന്ന് പഠിക്കണമെന്നുണ്ട് അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ ആഹാ ദോശക്ക് നല്ല മണം അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ ഈ ചട്നി അങ്ങോട്ട് വെക്ക് അല്ല ചട്നിയാ അല്ല കിഡ്നി അല്ല മറിയമ്മച്ചേർത്ത് എവിടെയായിരുന്നു ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതെയാ ആ ഞങ്ങൾ ഇപ്പൊ ഇത്തിരി ബിസിയാ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം കൈ എടുക്കടാ ചേർത്തി ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം ചേർത്തി ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ ഇതിങ്ങെടുത്ത് മാറ്റി ആഹാ നല്ല ചൂടുള്ള ദോശ നല്ല ദോശ കൊള്ളാലോ പിള്ളേര് മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ അല്ല ഒന്നാം തരം ദോശയും ചട്നി സമ്മതിച്ചിരിക്കണം വീണ്ടും എടുക്കാം പിള്ളേര് ചായ ഉണ്ടാക്കിയിട്ടില്ലേ ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം മറിച്ചേട്ടി കുറച്ച് ജോലി തിരക്കുണ്ട് വരച്ചേ മുസ്തഫ മുസ്തഫ നാളെ ഇതേ നേരത്തെ വന്നോട്ടാ മിണ്ടണ്ട സ്ത്രീ പീഡനത്തിന് ജയിലിലാവും ആ മാത്രം മനസ്സിലാക്കി പുരുഷവണ്ണ ഇതെന്താണെന്നറിയാമോ ഇതെന്താ പുതിയ പാന്റും ഷർട്ടും അല്ല ഇന്നാളത്തെ പോലെ എവിടെന്തെങ്കിലും വാടകയ്ക്ക് എടുത്തോണമെന്നാണോ ഇത് ഇവിടുത്തെ റെഡിമെയ്ഡ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ചീപ്പ് റേറ്റിന് അടിച്ചെടുത്തതാ അത് ശരി
ഞാൻ പാന്റും ഷർട്ട് ഇട്ടുകൊണ്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണാൻ നിനക്ക് വലിയ ഇഷ്ടമാ അല്ലേ? അണ്ണന്റെ ഗ്ലാമറിലല്ലേ ഞാൻ ഷൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വേണ്ടേ? പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്ത കേസിൽ 65കാരൻ അറസ്റ്റിൽ. നഗരത്തിൽ പട്ടാപകൽ മോഷണം. 4 യുവാക്കളെ പോലീസ് തിരയുന്നു. എന്താ രാവിലെ എന്നെ പത്രം ഓസിന് കൈ കിട്ടി കഴിഞ്ഞാൽ എല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്നുണ്ടോ? മനുഷ്യരെ പേടിപ്പിക്കാൻ. ആ ഭരണ പോലെ വരെ ഇരിക്കണം. ഇന്ദിരാനഗറിലുള്ള നമ്മുടെ ബാങ്ക് മാനേജർ RC കൈമളുടെ വീട് വിൽക്കാനിട്ടിരിക്കുക. നമുക്കത് ഇപ്പൊ തന്നെ പോയി നോക്കണം. ഞാൻ ഈ പാന്റ് ഷർട്ടൊക്കെ ഒന്ന് ഇട്ടേച്ച് വരാം. വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്. നമസ്കാരം. ഇത് RC കൈമളുടെ വീടല്ലേ? ഏത് RC കൈമൾ? സ്റ്റേറ്റ് ബാങ്കിലെ മാനേജര്. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. വെളുത്ത് നല്ല നീളം കൂടിയിട്ട് ഹൈറ്റ് കുറഞ്ഞ് മീശൊക്കെ ആള് തെറ്റിയതാവും. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? ഒരാൾ RC കൈമൾ ചോദിക്കുന്നു, വേറെ ആള് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീട് മാറി കാണുമെന്ന്. കഷ്ടം നോക്ക്. എന്തുവാ ചേട്ടാ ഇത്? പിന്നെ കാണാം. കൈമളേട്ടാ. ആരാ? എന്താ വേണ്ടത്? ഇത് വീട് മാറിപ്പോയി തോന്നുന്നു. ഇത് കൈമൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഞാൻ ഈ വഴിക്ക് വന്നിട്ട് കുറെ കാലമായിടാ. നമുക്കൊരു കാര്യം ചെയ്യാം. വീട് ഇവിടെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ഇവിടെ നിർത്ത് മാറ്റി വെച്ചോ എന്നൊരു സംശയം. അപ്പുറത്തെങ്ങാനും ഉണ്ടോ? പോകാൻ വരട്ടെ. ഇനി ഒരു തീരുമാനമായിട്ട് പോവാം. യഥാർത്ഥത്തിൽ RC കൈമൾ എന്ന ഒരാളുണ്ടാ? ഉണ്ട്. എവിടെ ഉണ്ട്? ഭയങ്കര കോൾഡ് അടവേ. കുറച്ച് മരുന്ന് കുടിക്കുന്നത് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. താൻ കുറെ നേരമായില്ലേ ശനിയാഴ്ച ധർമ്മക്കാര് പിച്ചയ്ക്ക് ഇറങ്ങിയ പോലെ. ഇനി ഒന്നിന്റെ കൂടെ പോരായേ ഉള്ളൂ. അമ്മാ, ഇവിടെ ആരുമില്ല. ഞങ്ങൾക്ക് ആരും വേണ്ട. പോണ്. അല്ല, ആരെ അന്വേഷിക്കുന്നത്? ഈ RC കൈമള്. ഏത് RC കൈമള്? ബാങ്കിലെ മാനേജർ. നമ്മുടെ നിങ്ങൾ? ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ സത്യം അതാണ്. പത്രത്തിൽ വായിച്ചില്ലേ 4 പാൽക്കള്ളന്മാരെ കുറിച്ച്? അത് ഉമ്മാരാണ് വിടരുത്. പാന്റ് ഷർട്ട് എന്റെ വീട്ടിൽ കളവ് പോയതാ. ഞാൻ ഊരടാ, ഊരടോ. നിർത്തണം നിർത്തണം കേട്ടാ. ചേട്ടൊരു കാര്യം ചെയ്യും, ഇതൊക്കെ ഊരി കൊടുത്തിട്ട് ഇവരുടെ കൂടെ പൊയ്ക്കോ. ഈ നിരപരാധിക്കുന്ന വഴിമാറി തരും. ട്രൗസറും ഷർട്ടൊക്കെ ഊരി കൊടുത്തിട്ട് സാവകാശം വന്നാ മതി. വഴി തരൂ. പോവാ. ഊരടാ. ഊരാം. ഇതൊന്നൊരു കുഴപ്പമുള്ള കാര്യമല്ലോ. ഷർട്ട് ഊരുന്നതിന് എന്താ പ്രശ്നം? എന്നെ സംബന്ധിച്ച ഒരു പ്രശ്നമേ അല്ല. പിടിച്ചോ. പാൻറ്റൂരാ. അല്ല, പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടേ ഞാൻ ഈ മതിലിന്റെ ആ സൈഡിലേക്ക് മാറി നിന്നു. നമ്മൾ കാണുന്നില്ലേ? ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ പപ്പന്റെയും പുരുഷന്റെയും പുറകാണെന്ന് നമ്മൾ ആയുസ് പാഴാവും. ഏതായാലും ഇറങ്ങി തിരിച്ചു. നമുക്ക് ആ CK ഒന്ന് കണ്ടാലോ? അയാളെ കണ്ടിട്ട് എന്താ കാര്യം? അയാളല്ലേ പാറക്കാരന്റെ മാസ്റ്റർ ബ്രെയിൻ. അതല്ലേ കുഴപ്പം. അയാൾ പാറയക്കാരന്റെ സ്വന്തം ആളാ. വേറൊരാൾക്കും വേണ്ടി അയാളുടെ ബ്രെയിൻ തരുമെന്ന് തോന്നണില്ല. എടാ, അയാൾക്ക് ചിക്കനും വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അയാള് ബ്രെയിൻ അല്ല ലിവർ വരെ തരും. ഇവരുടെ കൂടെ നടന്ന് അടി കൊള്ളുന്നതിലും ഏതാ. ശരി, എന്തായാലും അതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ചേട്ടനെ ഞങ്ങളെ മനസ്സിലായോ? പൂവല്ലോ. എന്നാ പൂവല്ലേ? പൂവാലോ. അനിയന്മാര് കുടിക്കുന്നില്ലേ? അയ്യോ, ഞങ്ങള് മദ്യപിക്കാറില്ല. ഒരു സ്വല്പം കുടിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ പ്ലീസ്. കമ്പനി തരൂ. ഒരു കമ്പനി കൊടുക്കടാ. എന്നാ കമ്പനി തരാം. അതിനകത്ത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അതിനകത്ത് പോവാ. ഇതിൽ സോഡ ഒഴിക്കണ്ടേ? ഇതൊന്നും ശീലല്ലേ? ശരി, അപ്പോ ഒരു ഫുള്ളും കൂടി ആവാല്ലേ? ആവാം. ഒരു കമ്പനി കൊടുക്കടാ. ജയ്സ, ഒരു ഫുള്ളും കൈ ഒഴിവുള്ളപ്പോ ചിക്കനും പോന്നു. ചിക്കനും വരട്ടെ. അപ്പൊ കമ്പനി വേണ്ടേ? വേണ്ട കമ്പനി നീ നിന്റെ വീട്ടില്.
കാര്യം പറ. പിന്നെ ചേട്ടാ കയ്യക്കട ആരാണ് നിന്റെ ചേട്ടൻ? എണീക്കടാ. ആരാണ് നിങ്ങളുടെ അടുത്തിരിക്കാൻ പറഞ്ഞത്? ചേട്ടൻ നിങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ചേട്ടനല്ലേ അവിടെ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞത്? അറിയാന്ന് പറയേ. നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ച? അതെ, ഈ ചിക്കനും റമ്മോ ഒക്കെ വാങ്ങിച്ചെന്ന് ഞങ്ങൾ. എനിക്ക് ചിക്കനും റമ്മും മേടിച്ചാൽ നിങ്ങൾ ആരാ? റിയൽ എസ്റ്റേറ്റിൽ കാല് വെക്കുന്ന 2 യുവാക്കളാണ് ഞങ്ങൾ. ചിക്കനും റമ്മും വാങ്ങി തന്ന ചേട്ടൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, ഞങ്ങളെ സഹായിക്കണം ചേട്ടൻ. അത് ശരി, സഹായിക്കാലോ. ചേട്ടൻ ഞങ്ങളെ സഹായിക്കൂലേ? നീ കാലുകുത്തിയാ? കാലുകുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നാ വാ വാ. ഓ, അപ്പൊ എന്താ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു. അതെ. ഞാൻ എന്തായാലും കാല് വെക്കുന്നില്ല, കൈ വെക്കാം. ദാ പിടിച്ചോ. കള്ള പിള്ളേര്. ഈ പന്നി എന്തിനാ നമ്മളെ തല്ലിയത്?